ബോൺസ് ഓഫ് ലൈഫ് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ ബട്ട് ഇൻ ദ ബീയിങ് ഹ്യൂമൻ. മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. എന്താ പറയുന്നത്? മനുഷ്യത്വത്തിൻ്റെ മഹത്വം മനുഷ്യനായിരിക്കുന്നതിലല്ല, മറിച്ച് എന്താണ്? മനുഷ്യത്വമുള്ളതിനാൽ, അല്ലേ? മനുഷ്യത്വമുള്ളതിലാണ് മനുഷ്യത്വ മഹത്വം എന്നാണ് മഹാത്മാഗാന്ധിജി ഈ കൂട്ടിലൂടെ പറയുന്നത്. അതിന് താഴെയായിട്ട് റസ്കിൻ ബോണ്ട്, വില്യം ഷേക്സ്പിയർ, APJ അബ്ദുൽ കലാം എഴുതിയൊക്കെ ഒരു പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ, മുത്തശ്ശനും ഒരു കുട്ടിയും കൂടി നിൽക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്, അല്ലേ? നമുക്ക് ആദ്യ പാഠം നമുക്ക് നോക്കാം. ആദ്യ പാഠത്തിൻ്റെ പേരെന്താ? അതിന് മുന്നേ റസ്കിൻ ബോണ്ട് എഴുതിയ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ഷോർട്ട് സ്റ്റോറിയാണ്. അതുപോലെ ദ 7 ഏജസ് ഓഫ് മാൻ, വില്യം ഷേക്സ്പിയർ. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം എഴുതിയ ലിറ്റിൽ തിങ്സ് മാറ്റർ, മെമ്മറിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഈ ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കോമിക് കാർട്ടൂൺ തന്നിട്ടുണ്ട്, അല്ലേ? ഇത് നിങ്ങളോട് നന്നായിട്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് വായിച്ച് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ഈ പാഠഭാഗത്തിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നിട്ടുള്ളൊരു കാർട്ടൂണാണ്, അല്ലേ? ഒരു കോമിക്കായിട്ടുള്ള കാർട്ടൂണാണ്. ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്യുക. റീഡ് ആൻഡ് എൻജോയ് ദ കോമിക് സ്ട്രിപ്പ് ബിലോ, അല്ലേ? കാർട്ടൂൺ മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്, അല്ലേ? പാർക്കിലേക്ക് പോകുമ്പോഴുള്ള. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, കണ്ടോ? ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ പാഠഭാഗത്തിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസൊക്കെ അവിടെ തന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠഭാഗം ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യ പാഠഭാഗം എന്താണ്? ആദ്യ പാഠഭാഗത്തിൻ്റെ നെയിം എന്താണ്? നിങ്ങൾക്ക് ടെക്സ്റ്റ് പുസ്തകം മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, അല്ലേ? എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, അല്ലേ? ഒരു മുത്തശ്ശിയുടെ കൂടെയുള്ള ഒരു യാത്രയാണ്. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ, അല്ലേ, മുത്തശ്ശനിൻ്റെയോ മുത്തശ്ശിയുടെയോ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? വാട്ട് വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അവരുടെ കൂടെയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തൊക്കെ ആക്ടിവിറ്റിയിലാണ്, അല്ലേ? ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ഏതാണ്? ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ദെയർ ജേർണി. ഇവിടെ ഒരു ഗ്രാൻഡ് സണും ഗ്രാൻഡ് മദറും തമ്മിലുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ വാംത്ത് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്, അല്ലേ? എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, അല്ലേ? റസ്കിൻ ബോണ്ട് എഴുതിയ ഒരു സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹെർ ഗ്രാൻഡ് സൺ മണി, അല്ലേ? എന്താ പറയുന്നത്? മുത്തശ്ശിക്ക്, അല്ലേ? മുത്തശ്ശിക്ക് എന്താണ്? ചെറുമകൻ്റെ പേര് മണി എന്നാണ്. അപ്പോൾ മുത്തശ്ശിക്ക് നദിയുടെ ഇരമ്പൽ കേൾക്കാനും പൈൻ സൂചികളുടെ മണം മണക്കാനും ഒക്കെ എന്താണ് ചെറുമകൻ്റെ കൂടെയുള്ള ആ ഒരു ചെറുമകൻ്റെ സാന്നിധ്യത്തോടു കൂടി അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്, അല്ലേ? ഷീ കുഡിൻറ്റ് സീ ദ റിവർ ഓർ ദ ട്രീസ്. അവൾക്ക് എന്താണ്? റിവറോ പുഴകളോ മരങ്ങളോ ഒന്നും കാണാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ എന്താണ്? മണിയുടെ, അതായത് മണിയുടെ നഗ്നമായ മുടിയും ചിലപ്പോൾ അവൻ്റെ എന്താണ് ബ്ലാക്ക്ബെറി പോലെയുള്ള കണ്ണുകളും അവൻ പുഞ്ചിരിക്കുമ്പോഴുള്ള പല്ലുകളുടെ തിളക്കവും മാത്രമേ ആ മുത്തശ്ശിക്ക് അവൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? She could only make out Mani's fuzzy hair and sometimes his blackberry eyes and the gleam of his teeth when he smiled. അല്ലേ? ഗ്ലീം എന്ന് പറഞ്ഞാൽ എന്താ? തിളങ്ങുന്ന, അല്ലേ? തിളങ്ങുന്ന പല്ലുകൾ മാത്രമാണ്, ബ്ലാക്ക്ബെറി പോലെയുള്ള അവൻ്റെ കണ്ണുകളും മാത്രമാണ് അവൾക്ക് കാണാൻ സാധിച്ചത്. ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്, അല്ലേ? ഒരു പഴയ ഒരു കണ്ണടയാണ് ഗ്രാനി വെയർ ചെയ്തിട്ടുള്ളത്. ഷീ ഹാഡ് ബീൻ വിയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. Her eyes had grown steadily weaker and the glasses were now scratched and spotted. So there was very little she could see
through them. Mani and his father felt that it was high time Granny had her eyes tested and got herself new glasses. എന്താ പറയുന്നത് അവിടെ? 10 വർഷത്തിലേറെ ആയിട്ട് അവൾ അത് ധരിച്ചിരുന്ന് എന്താണ് മുത്തശ്ശി ധരിച്ചിരുന്ന അവളുടെ കണ്ണടകൾ അല്ലേ ക്രമേണ എന്താണ് ദുർബലമായിട്ടുണ്ട്. കണ്ണടയിൽ എന്താണ് പോറലുകളും പാടുകളൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ അവൾക്ക് എന്താണ് കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അമ്മുമ്മയുടെ ഗ്രാൻഡ്മയുടെ കണ്ണുകൾ പരിശോധിക്കേണ്ട സമയം മാണിതെന്ന് മാണിക്കറിയാം അല്ലേ. മണിയും അച്ഛനും കരുതി പുതിയ കണ്ണട വാങ്ങി. "Well, you know we can't get them in the village," said Granny. Mani said, "You will have to go to the eye hospital in Mysore. That's the nearest town." Mussoorie എന്നാട്ടോ, മൈസൂർ അല്ല, Mussoorie. That's the nearest town, but that's a 2-day journey. പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. എന്താ പറയുന്നത്? ഗ്രാനി പറയാണല്ലേ, അത് ഈ ഗ്രാമത്തിൽ കിട്ടില്ലെന്ന് അറിയാം, നമുക്കറിയാം, നിങ്ങൾക്കറിയാം. മണി അപ്പം എന്താ പറഞ്ഞത്? മുസൂറിയിലെ കണ്ണാശുപത്രിയിൽ നമുക്ക് പോകേണ്ടി വരും, അതാണ് ഏറ്റവും ഇവിടെ അടുത്തിട്ടുള്ള പട്ടണമെന്ന് ഗ്രാനിയോട് പറഞ്ഞു. അപ്പോൾ ഗ്രാനി എന്താ പറഞ്ഞത്? പക്ഷെ അത് 2 ദിവസത്തെ യാത്രയാണ് അങ്ങോട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ ഒരു പറച്ചിലിനോട് പ്രതിഷേധിച്ച് പറയുകയാണ് ഗ്രാനി ചെയ്തത്. Granny was looking for excuses. She did not want to be parted from Mani. He was 11 and quite capable of looking after himself. But Granny had brought him up ever since his mother had died when he was only a year old. She was his nanny, maternal grandmother, and had cared for boy and father and the cows and hens in the household with great energy and devotion. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? അവനത് പറയുമ്പോൾ മുത്തശ്ശി ഓരോ ഒഴിവുകേടുകൾ പറയുമായിരുന്നു. അത് മണിയെ പിരിയാൻ അവൾക്ക് ആഗ്രഹിച്ചിട്ടില്ല, കാരണം കുറേ ദൂരം പോകണമല്ലോ. അപ്പോൾ മണിയെ ഒറ്റക്കാക്കി പോകാൻ എന്നുള്ളത് മുത്തശ്ശിക്ക് ഇഷ്ടമല്ലായിരുന്നു. 11 വയസ്സാണ് ഉണ്ടായിരുന്നത്. സ്വയം നോക്കാൻ കഴിവ് അവനക്കുണ്ട്. പക്ഷെ അവനൊരു വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അമ്മ മരിച്ചതിനെ തുടർന്നിട്ട് മുത്തശ്ശി അവനെ വളർത്തിയത്. അവൻ്റെ മാതൃമുത്തശ്ശിയാണ്, അല്ല അമ്മയുടെ അമ്മയാണ്. ആ ആൺകുട്ടിയെയും ആ അച്ഛനെയും വീട്ടിലെ പശുക്കളെയും കോഴിയെയും ഒക്കെ വളരെ ഊർജ്ജസ്വലതയോടെയാണ്, ഭക്തിയോടും ഒക്കെ കൂടിയാണ് ആ മുത്തശ്ശി നോക്കിയിരുന്നത് എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. Then I can manage quite well, she said. എനിക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ അറിയാം അല്ലേ, മുത്തശ്ശി പറയാണ്. Now listen, ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, said Mani's father sternly. അല്ല അതായത് മണിയുടെ അച്ഛന് പറയാണ്, ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കൂ. വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ. ഐ വിൽ ടേക്ക് യു ടു മുസൂരി. അല്ലേ, നിങ്ങൾ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട, നിങ്ങളുടെ കൂടെ ഞാനും മുസൂരിയിലേക്ക് വരാം. ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. മണിയെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട്, ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയിട്ട് പോവാം എന്നാണോ നീ പറയുന്നത് എന്ന് മുത്തശ്ശി അവൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ്. ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? നിനക്ക് എങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. ജെൻ ഐ വിൽ ടേക്ക് യു ടു മുസൂരി, സെഡ് മാനി ഈഗേർലി. അല്ലേ, അപ്പോൾ മണിയാണ് കേട്ടോ. മണി പെട്ടെന്ന് ഈഗേർലിയായിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ മസൂരിയിലേക്ക് കൊണ്ടുപോയിക്കോളാം. ഐ ഹാവ് ബീൻ ടു മസൂരി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ മസൂരിയിലേക്ക് ഇതിൻ്റെ മുന്നേ എൻ്റെ കൂട്ടുകാരെ കൂടെ, സ്കൂൾ ഫ്രണ്ട്സുകളുടെ കൂടെ പോയിട്ടുണ്ട്. ഐ നോ വേർ വി ക്യാൻ സ്റ്റേ. എനിക്കറിയാം എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത്, നിൽക്കേണ്ടതെന്ന്. ബട്ട് ഹി പൗസ്ഡ്. അത് പറഞ്ഞുകൊണ്ട് അവനൊന്ന് പൗസ് ചെയ്തു. എ മൊമെൻറ്റ് ആൻഡ് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. എന്നിട്ടൊരു സംശയത്തോടു കൂടി അവൻ്റെ മുത്തശ്ശിയെയും അച്ഛനെയും ഒന്ന് നോക്കി. യു വുഡൻറ്റ് ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നാനി, വുഡ് യു? ഗ്രാനി ഗ്രാനിയോട് പറയാൻ എന്താ പറയുന്നത്? നിങ്ങൾക്ക് അവിടെയുള്ള സ്ഥലങ്ങളിലൊന്നും നടക്കാൻ സാധിക്കില്ല. വുഡ് യു? ഗ്രാനി ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്. അപ്പോൾ മുത്തശ്ശി എന്താ പറഞ്ഞത്? ഓഫ് കോഴ്സ് തീർച്ചയായും എനിക്ക് നടക്കാൻ സാധിക്കും. സർ ഗ്രാനി പറഞ്ഞു.
I may be going blind, but there's nothing wrong with my legs. ചിലപ്പോൾ ഞാൻ കണ്ണ് കാണാതെ പോവായിരിക്കും, പക്ഷേ എന്നാലും എൻ്റെ കാലുകൾക്ക് തെറ്റ് പറ്റില്ല. ബട്ട് യു ആർ 70 ഗ്രാനി. നിനക്ക് 70 വയസ്സായി മുത്തശ്ശി എന്ന് അപ്പോൾ മണി പറയാണ്. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? And beside us, it's downhill to Nanny and uphill coming back. Uphill is easier, said Granny. എന്താ പറയുന്നത്? അപ്പം മുത്തശ്ശി പറയാണ് അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? മാത്രമല്ല എന്താണ് നൈനിലേക്ക് മസൂറിനിലേക്ക് ഇറങ്ങാനുള്ള വഴിയുമുണ്ട്. തിരിച്ച് കയറുമ്പോൾ കയറ്റമാണ് കൂടുതൽ എളുപ്പമെന്ന് മുത്തശ്ശി പറയാണ്. Now that she knew Money might be accompanying her, she was more than ready to make the journey. While we are in Mussoorie, we will get some seeds and bulbs, and a new bell for the white cow, and a pullover for your father, and shoes for you. എന്തൊക്കെ പറയുന്നത്? മണി അവളുടെ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവൾക്ക് ഭയങ്കര അല്ലേ അത് ഇഷ്ടമായി. അപ്പോൾ അവൾ എന്താ പറയുന്നത്? അത് അവൾക്ക് യാത്രയ്ക്ക് തയ്യാറായി. അപ്പോൾ നമ്മൾ മസൂരിയിലായിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്താണ് വിത്തുകളും ബൾബുകളൊക്കെ കിട്ടും അവിടുന്ന്. വെളുത്ത പശുവിനെ ഒരു പുതിയ അതിന് കെട്ടാനുള്ള ബെൽറ്റ് അല്ലേ നമുക്കൊരു മണി മേടിക്കാം. നിങ്ങളുടെ അച്ഛൻ അല്ലേ അവൻ്റെ അച്ഛനക്ക് അതൊരു സഹായമാകും പെട്ടെന്ന് ആ കൗനെ വലിക്കാനും ഒക്കെ. നിനക്ക് ഷൂവും മേടിക്കാമെന്ന് മുത്തശ്ശി പറയുകയാണ്. നൗ ജസ്റ്റ് എ മിനിറ്റ്സ് കുറച്ച് സമയം സെഡ് മണീസ് ഫാദർ. മണിയുടെ അച്ഛൻ പറയാം. ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? നിങ്ങളെ എന്തിനാണ് പോകുന്നത്? കണ്ണ് കാണിക്കാനാണോ പോകുന്നത് അതോ ഒരു ഷോപ്പിംഗ് ട്രിപ്പിനാണോ നിങ്ങൾ പോകുന്നത്? ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. ഞാൻ ഒരു 100 rupees മാത്രമേ സ്പെയർ തരുള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയുമോ? വി വിൽ മാനേജ്. ഞങ്ങൾക്ക് കഴിയും സെഡ് മണി പറഞ്ഞു. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. ഞങ്ങൾ എന്ത് ചെയ്യും? ബസ് ഷെൽട്ടറിൻ്റെ തണലിൽ ഞങ്ങൾ ഉറങ്ങും. നോ വി വോണ്ട് സെഡ് ഗ്രാൻഡി. നോ അത് പറ്റില്ല. ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. എൻ്റെ കയ്യിൽ ഒരു 50 rupees ഉണ്ട്. വി വിൽ സ്റ്റേ അറ്റ് ദ ഹോട്ടൽ. ഞങ്ങൾ ഹോട്ടലിൽ തന്നെ താമസിക്കും. ഏർലി നെക്സ്റ്റ് മോർണിംഗ്. അത് രാവിലെ എഴുന്നേറ്റ് ഇൻ എ ലൈറ്റ് ഡ്രിസിൽ ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നൈൻ. എന്താ പറഞ്ഞത്? നയൻ. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അല്ലേ നാനിയും മുത്തശ്ശിയും കൂടെ നൈനിലേക്കുള്ള വഴിയിലൂടെ പുറപ്പെടുകയാണ് ചെയ്യുന്നത്. Then Money carried a small bedding roll on his shoulder. ഒരു സ്മോൾ ബെഡിങ് റോള് മണി അവൻ്റെ ഷോൾഡറിൽ കരുതിയിട്ടുണ്ട്. ഗ്രാനി carried a large cloth shopping bag and an umbrella. മുത്തശ്ശി വലിയൊരു ക്ലോത്ത് ഷോപ്പിംഗ് ബാഗാണ് ഒരു അംബർലയുമാണ് കരുതിയിട്ടുള്ളത്. വെൻ എവർ യു ഫീൽ ടയേർഡ്. നമുക്ക് എപ്പോഴാണോ ടയേർഡ് ആവുന്നത് വി വിൽ ടേക്ക് റെസ്റ്റ് സെഡ് മണി പറയാണ്. അപ്പം നമുക്ക് റെസ്റ്റ് എടുക്കാം. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട്. നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ സെഡ് ഗ്രാനി പറയാണ്. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാം എന്ന് പറയാണ്. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്. അങ്ങനെ അവർ കുറേ നേരം സ്റ്റഡി പേസിലൂടെ അങ്ങനെ സംസാരിക്കാതെ നടക്കുകയാണ്. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് violet overhead, flashes of red and green against the somber sky. There were no other sounds except for the hiss and gentle patter of the rain. എന്താണ് അവർ നടക്കുന്ന സ്ഥലത്ത് അല്ലേ സംസാരിക്കാതെയാണ് അവർ സ്ഥിരമായിട്ടുള്ള വേഗതയിൽ നടന്ന് ഇരുണ്ട ആകാശത്ത് ചുവപ്പും പച്ചയും നിറത്തിലുള്ള മിന്നി മറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടം തത്തകൾ തലക്ക് മുകളിലൂടെ പറക്കുന്നുണ്ട്. മഴയുടെ ചൂളമടിയും അതുപോലെ തന്നെ വളരെ നേരിയ രീതിയിൽ മൃദുവായിട്ട് ഇടിമുഴക്കവും ഒഴികെ മറ്റ് ശബ്ദങ്ങളൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. Money stopped to pick wild blackberries from a bush. Granny wasn't fond of berries and did not slacken her pace. Money had to run to catch up with her. Soon his lips were
purple with the juice from the berries. എന്താ പറയുന്നത്? മണി എന്ത് ചെയ്തു? കുറ്റിക്കാട്ടിൽ നിന്ന് ബ്ലാക്ക്ബെറി ഒക്കെ പറിക്കാൻ നിന്ന്. അപ്പോൾ മുത്തശ്ശിക്കോ ബെറി ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എന്താണ് മുത്തശ്ശി അവളെ വേഗത കുറച്ചതുമില്ല. മുത്തശ്ശിയുടെ സ്പീഡിൽ പോകുമ്പോൾ അവളെ ഒപ്പം ചേരാൻ വേണ്ടിയിട്ട് മണി ഓടേണ്ടി വന്നു. താമസിയാതെ തന്നെ ബ്ലാക്ക്ബെറി തിന്നത് കൊണ്ട് തന്നെ അവൻ്റെ ചുണ്ടുകൾ ബെറികളിൽ നിന്നുള്ള നീര് കൊണ്ട് പർപ്പിൾ നിറമായി എന്നാണ് പറയുന്നത്. Then the rain stopped, മഴ നിന്നു, and the sun came out. അല്ലേ, സൂര്യൻ പുറത്തേക്ക് വന്നു. Below them the light green of the field stood out against the dark green of the forest, and the hills were bathed in golden sunshine. Money ran ahead. അല്ലേ, അങ്ങനെ മഴ നിന്നു. പ്രകൃതിയിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. പച്ച നിറത്തിൽ എല്ലാം തെളിഞ്ഞു. അല്ലേ, അപ്പോൾ എന്തായി? മണി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടി. ക്യാൻ യു സീ ഓൾ റൈറ്റ്? ഗ്രാനി നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് കാണുന്നുണ്ടോ? ഹി കോൾഡ്. അല്ലേ, അവന് വിളിച്ച് ചോദിക്കുകയാണ്. പിന്നെന്താ സംഭവിച്ചത്? I can see the path and I can see your white shed. That's enough for just now. എനിക്ക് ഈ വഴിയൊക്കെ കാണുന്നുണ്ട്, നിൻ്റെ വൈറ്റ് ഷർട്ട് എനിക്ക് കാണുന്നുണ്ട്, അതൊക്കെ മതി ഇപ്പോൾ എന്ന് മുത്തശ്ശി പറയുകയാണ്. ഗ്രാനി ആൻഡ് മണി ate their light meal on the roadside. അല്ല, ഗ്രാനിയും മണിയും കൂടെ റോഡ് സൈഡിൽ നിന്നും കുറച്ച് മീൽസ് കഴിച്ചു. ഇൻ ദ ഷെയ്ഡ് ഓഫ് വിസ്പറിംഗ് പൈൻ, പൈൻ മരത്തിൻ്റെ തണലിലിരുന്നിട്ട്, ആൻഡ് റാങ് ഫ്രം എസ്പയറിംഗ്. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ were directly above 9. We are almost there, said Mani. I can see the temple. എന്താ പറയുന്നത്? നമ്മൾ ഏകദേശം എത്താനായി. മണി പറയാണല്ലേ, ഐ ക്യാൻ സീ ദ ടെമ്പിൾ, എനിക്ക് അമ്പലം കാണാൻ സാധിക്കുന്നുണ്ട്. ആരാ പറയുന്നത്? മണി പറയാണ്. എവിടെയുള്ള ടെമ്പിള്? നിയർ അങ്കിൾസ് ഹോം, അങ്കിളുടെ വീടിൻ്റെ അടുത്തുള്ള ടെമ്പിള്. ഐ കാൻ സീ തിങ്, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, സെഡ് ഗ്രാനി പറയാണ്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. There is a thick mist coming up the valley. അത് മഞ്ഞ് കാരണം കൊണ്ടാണ്, കാരണം കൂടുതൽ മഞ്ഞ് അവിടെയൊക്കെ വാലിയിലൊക്കെ വരുന്നുണ്ട്. ഇറ്റ് ബിഗാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. എന്താണ്? അങ്ങനെ ഹെവിലി ആയിട്ടുള്ള മഴ പെയ്ത് എൻറ്ററിങ് എ സ്മോൾ മാർക്കറ്റ് ടൗൺ ആൻഡ് ബാങ്ക്സ് ഓഫ് എ റിവർ. അല്ലെ, ആ റിവറിൻ്റെ ടൗണിലൊക്കെ അറ്റത്തുള്ള ആ മാർക്കറ്റിൽ ചെറിയ മാർക്കറ്റുകളുണ്ട്. ഗ്രാനീസ് അംബ്രല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ അംബ്രല എന്ത് ചെയ്തു? ലീക്കാവാൻ തുടങ്ങി. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽസ് ഇൻ അങ്കിൾസ് ഹൗസ് ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. അല്ലേ, പക്ഷെ എന്താണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങും. അല്ലേ, അങ്കിൾസിൻ്റെ ഹൗസിൽ പോയിട്ട് നല്ല ചൂടുള്ള ചായ കുടിച്ചു. Mani got up early the next morning and ran down the narrow street to bath in the river. അവന് രാവിലെ 14 തന്നെ എഴുന്നേറ്റിട്ട് നാരോ സ്ട്രീറ്റിലുള്ള റിവറിൽ പോയിട്ട് അവൻ കുളിച്ചു. ആസ് മണി ഡ്രസ്ഡ്, അങ്ങനെ അവൻ ഡ്രസ്സ് ചെയ്തു. ഹി ഹിയർഡ് ദ ബ്ലെയർ ഓഫ് ബസ് ഹോൺ. അപ്പോഴാണ് അവന് അവിടെയുള്ള ബസ്സിൻ്റെ ആ വലിയ ഹോണടി സൗണ്ട് കേട്ടത്. ദെയർ വാസ് ഓൺലി വൺ ബസ്, അവിടെ ഒരു ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ടു മുസൂരിയിലേക്ക് പോകാൻ. ഹി സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ് വണ്ടറിങ് ഇഫ് ദേ ഹാഡ് മിസ്ഡ് ഇറ്റ്. But Granny was waiting for him at the bus stop. She had already bought their ticket. The bus was old and rickety and rattled so much that the passengers could barely hear themselves speaking. എന്താ പറയുന്നത്? ഒരു ബസ് ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് അത് നഷ്ടമാകുമോ എന്ന് അവന് ഭയന്നിരുന്നു. എന്ന് ചിന്തിച്ചു കൊണ്ട് എന്ത് ചെയ്തു? അവന് ചെരുവിലൂടെയൊക്കെ ഓടി. പക്ഷേ മുത്തശ്ശി ബസ് സ്റ്റോപ്പിൽ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തായിട്ടുണ്ട്? മുത്തശ്ശി ആ സമയം കൊണ്ട് അവരുടെ ടിക്കറ്റുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ബസ് എങ്ങനെയുള്ളതാണ്? ബസ് പഴയതാണ്, ഒരു ചഞ്ചലവുമായിട്ടുള്ളതാണ്. യാത്രക്കാർ സംസാരിക്കുന്നത് കേൾക്കാൻ പോലും കഴിയാത്ത വിധം അത്രയും ശബ്ദമുണ്ടായിട്ടുള്ള പഴയ ഒരു ബസ്സാണ് എന്നാണ് പറയുന്നത്, അല്ലേ? ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. The driver drove at some speed, and whenever he went round a bend,
എവ്രി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ എബൌട്ട്. ഡ്രൈവർ സ്പീഡ് കൂട്ടി അല്ലേ, പെട്ടെന്ന് അല്ല ഒരു ബെൻഡ് വന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ എല്ലാവരും എന്തായത് ത്രോൺ എബൌട്ട് അല്ലേ. നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ പഴയ ബസ്സാകുമ്പോൾ എല്ലാവരും മുന്നേക്ക് തെറിച്ച് പോകും. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ ഗ്രാനി ഫെൽ അസ്ലീപ്, ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. അല്ലേ, എന്താണ് എല്ലാവരുടെ സൗണ്ടും ഒക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഗ്രാനി എന്താണ്, ഫെൽ അസ്ലീപ്പാണ്. ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ അല്ലേ, ഷോൾഡറിൻ്റെ മണീസിൻ്റെ ഷോൾഡറിൽ അവൾ എന്ത് ചെയ്തു, റെസ്റ്റിംഗ് ഹെഡ് അല്ല, ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. സഡൻലി പെട്ടെന്ന് ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹാൾ, ഒരു ഗ്രൈൻഡിങ് ഹാളിൽ വന്നു. പീപ്പിൾ were thrown forward in their seats. What's happening? Granny asked. Have we arrived? No, something is blocking the road, said Mani. അല്ലേ, പെട്ടെന്ന് തന്നെ ഒരു ഹാൾട്ടിൽ പെട്ടെന്ന് നിന്നു അല്ലേ, എല്ലാവരും ഫോർവേഡ് ദ സീറ്റ് അല്ലേ. എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് ഗ്രാനി ചോദിക്കുകയാണ്. ഹാവ് വി അറൈവ്ഡ്, നമ്മളിപ്പോഴും എത്തിയില്ലേ. നോ, സംതിങ് ഈസ് ബ്ലോക്ക്ഡ് ദ റോഡ്, കുറച്ച് ആളുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മണി പറയാണ്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ്, ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. എക്സ്ക്ലൈംഡ് സംവൺ ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അല്ലേ, എല്ലാവരും പാസഞ്ചേഴ്സ് മൊത്തം തല മുഴുവൻ പുറത്തേക്ക് ഇട്ട് നോക്കുകയാണ് എന്താ സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്, അത് വലിയൊരു മണ്ണിടിച്ചിലാണ്. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ, കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. അല്ലേ, എല്ലാം താഴേക്കാണ് വന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് റോഡ്. നോർ വാസ് ഇറ്റ്സ് ഓവർ യെറ്റ്, ദി ബേഴ്സ് വാസ് സ്റ്റിൽ ഫോളിങ്, അപ്പോഴും ഓരോ കല്ലുകളൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണി സോ റോക്സ് ഹേർട്ടിങ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. മണി ഇങ്ങനെ കാണുകയാണ് ഓരോ കല്ലുകൾ ഉരുണ്ട് വീഴുന്നത് റിവറിലേക്ക് വന്ന് പതിക്കുന്നതൊക്കെ. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ ദ ബസ് സ്റ്റോപ്പ്, ഇത് ബസ് സ്റ്റോപ്പിന് പറ്റിയൊരു സ്ഥലമല്ല. ഒബ്സർവ് ഗ്രാനി ഒബ്സർവ് ചെയ്യാണ്. ഹു കുഡ് നോട്ട് സീ എ തിങ്, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഈവൻ എസ് a spooky shower of stones and small rocks came clattering down on the roof of the bus. Passengers cried out in alarm. The driver began reversing as more rocks came crashing down. അല്ലേ, അപ്പോൾ എന്താണ്, ബസ്സിൻ്റെ മുകളിലൊക്കെ ഈ ചെറിയ കല്ലിൻ്റെ കൂമ്പാരങ്ങൾ വന്ന് പതിക്കുകയാണ്. അപ്പോൾ പാസഞ്ചേഴ്സ്, യാത്രക്കാരൊക്കെ ഇത് കണ്ടിട്ട് അല്ലേ പേടിച്ച് നിലവിളിക്കുകയാണ്. ഡ്രൈവർ എന്ത് ചെയ്തു, റിവേഴ്സ് എടുക്കുമ്പോൾ വീണ്ടും മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ, കൂടുതൽ കല്ലുകൾ താഴേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ്, ഞാൻ ഈ മോട്ടോർ റോഡ്സിന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സെഡ് ഗ്രാനി പറഞ്ഞു. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അൺടിൽ ദേ വർ വെൽ അവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. ദെൻ എവ്രി വൺ ട്രംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. അല്ലേ, ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. അല്ല, എന്താണ് ഡ്രൈവർ പറയുകയാണ്, ഈ ടംബിൾഡായിട്ട് കിടക്കുന്ന ഈ കല്ലുകളൊന്നും ഇവിടുന്ന് മാറ്റാതെ ഇതിലൂടെ പോകാൻ കഴിയില്ല. അപ്പോൾ എന്താണ്, മോസ്റ്റ് ഓഫ് പാസഞ്ചേഴ്സ് ഡിസൈഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. അപ്പോൾ ബസ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിലൂടെ തന്നെ കുറേ പാസഞ്ചേഴ്സ് അതിൽ തന്നെ തിരിച്ചു പോവുകയാണ്. ബട്ട് എ ഫ്യൂ ഹോൾ സ്പിരിറ്റ് അഗ്രീ ടു വാക്ക് ടു മൗസൂരി, ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയ്ൻസ് വിച്ച് വുഡ് ബൈപാസ് ദ ലാൻഡ് സ്ലൈഡ്. പക്ഷെ കുറച്ച് വിശ്വാസമായിട്ടുള്ള, കുറച്ച് ബോൾഡായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, നടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട് മൗണ്ടെയിൻ്റെ ഒക്കെ താഴത്തൂടെ. മണി ലുക്സ് അറ്റ് ഗ്രാനി. ഷാൽ വി ഗോ ബാക്ക്? മണി മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നമുക്കും തിരിച്ചു പോകണോ? ഇറ്റ് ഈസ് ഓൺലി 10 miles, ഇവിടുന്ന് 10 മൈൽ ദൂരേ ഉള്ളൂ. സെറ്റ് ഗ്രാനി പറഞ്ഞു. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ, നമ്മൾ യെസ്റ്റർഡേ നടന്ന പോലെ. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത് ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ഗ്രാനി ആൻഡ് മണി വേർ ഓൺ ദെയർ ഓൺ. ദെയർ വില്ലേജ് വാസ് ഹൈഡൻ ബൈ ദ റേഞ്ച് ഓഫ് ദ നോർത്ത്. Far below rushed the river, far above circled a golden eagle. അവരെന്ത് ചെയ്തു, വഴിയിലൂടെ തൂങ്ങിയും നടന്നും ഒക്കെ അവരെന്ത് ചെയ്ത് മൗണ്ടെയിൻ്റെ ടോപ്പിലെത്തി. അല്ലേ, അതിന് താഴെ ആയിട്ടാണ് അവരുടെ സ്ഥലം ഉള്ളത്. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹോം?
ആസ്ക്ഡ് മണി ചോദിക്കുകയാണ്, എന്തെങ്കിലും ഫുഡ് ഉണ്ടാവുമോ അങ്കിൾസിൻ്റെ ഹൗസിൽ? നാച്ചുറലി സെഡ് ഗ്രാൻഡ്ലി, ഐ ന്യൂ യു ഹാഡ് സൂൺ ബി ഹംഗ്രി. ഒരുപാട് വിശക്കുന്നുണ്ടെന്ന് അറിയാം. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അങ്കിളിൻ്റെ ഗാർഡനിൽ പക്കോറാസും ബൺസും പീച്ചസൊക്കെ ഉണ്ടായിരിക്കും. ഗുഡ് സെഡ് മണി ഫോർഗെറ്റിംഗ് ഹിസ് ട്രൈഡ്നസ്. വെൽ വി വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്. മണി പറയാണ്, ഞാനത് മറന്നു. യു വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. നമുക്ക് നിർത്താം ടയേർഡാവുമ്പോൾ. ഐ കാൺ വാക്ക് ഫോർ അവർ സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ്, എനിക്കെപ്പോഴും ഇങ്ങനെ നടക്കാൻ പറ്റൂല. ലോഫിങ് ചിരിക്കുകയാണ്. ബട്ട് നോട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്. ദിസ് അംബ്രല ലീക്ക്ഡ് ബാഡ്ലി. ഇപ്പോൾ മഴ പെയ്യുന്നില്ല, പക്ഷെ അംബ്രല എന്താണ്, ലീക്കാണ്. ഡൗൺ അഗെയിൻ ദേ വെൻറ്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ. അങ്ങനെ ആ മലയുടെ താഴത്തെത്തി വീണ്ടും അടുത്ത മല കയറുകയാണ് അവർ. ആൻഡ് ഓവർ വെയർ വിൻസ് പറ്റ് ഹിൽ സൈഡ്സ്, അല്ലേ, കാറ്റൊക്കെ വീശുന്നുണ്ട്. ആൻഡ് അപ്പ് ദോ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്, അല്ലേ, ഡാർക്ക് ഗ്ലൂമി ആയിട്ടുള്ള ഫോറസ്റ്റൊക്കെ ഉണ്ട് അവിടെ. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്, അല്ല, ഇരുട്ടാണ് അവിടെ. ദേ സോ എ ലൈറ്റ്സ് ഓഫ് മൊസൂരി ട്വിങ്ക്ലിംഗ് എ ഹെഡ് ഓഫ് ദം. അവിടുന്ന് ഒരു മിന്നായം പോലെ ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടു. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റസ്റ്റ് ഇൻക്രീസ്ഡ്. അങ്ങനെ അവർ ആ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ വലുതായി വന്നു. അണ്ടിൽ പ്രസൻ്റ്ലി ദേ വേർ ഇൻ എ ബ്രൈറ്റ്ലി ഇറ്റ് ബസാർ. jostled in crowd. Granny kept on hand firmly on Mani's shoulder so that she did not lose him. അല്ല, എന്താണ്, അവിടെ എത്തിയപ്പോൾ ഒരു ബസാറിലെത്തി. അങ്ങനെ ഭയങ്കര തിരക്കുള്ള സ്ഥലമായിരുന്നു. മണിയുടെ ഷോൾഡർ മുറുകെ പിടിച്ചു, എന്താ അവനൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ. അവർ എത്രയും വില കുറഞ്ഞ ഹോട്ടൽ അവിടെ ചോദിക്കാനുണ്ടോയെന്ന്. ബട്ട് ദർ വേർ നോ ചീപ്പ് ഹോട്ടൽസ്. അവിടെ ഒരു വില കുറവുള്ള ഹോട്ടൽസ് ഉണ്ടായിരുന്നില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധമരസാല അഡ്ജോയിങ് ദ ടെമ്പിൾ. അപ്പോൾ അവരവിടെയുള്ള ഒരു ധമരസ എന്ന് പറഞ്ഞ ടെമ്പിളിൻ്റെ അവിടെ അവർ സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻ എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. ക്ഷമയോടെ ഒരുപാട് ക്യൂവിൽ അവർ ക്ഷമയോടെ കാത്തിരുന്നു. ദ ഐ സ്പെഷ്യലിസ്റ്റ്, അല്ലെ, ഐ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ. ഒരു പോട്രി മാൻ ആയിരുന്നു. സ്യൂട്ട് ആൻഡ് ടൈ ഡീൽ വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ, അല്ലേ, നല്ല കൈൻഡായിട്ടുള്ള ദയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഡോക്ടർ. ആഫ്റ്റർ ആൻഡ് ഹവേഴ്സ്, കുറേ മണിക്കൂറുകൾക്ക് ശേഷം, വിത്ത് ഗ്രാനീസ് ടേൺ കെയിം. അങ്ങനെ ഗ്രാനിയുടെ മുത്തശ്ശിയുടെ സമയത്തിലെ ദ ഡോക്ടർ ടുക്ക് വൺ horrified look at Granny's glasses and dropped them in a waste basket. അല്ലേ, ഒരു ഭയങ്കര ഹൊറിഫുള്ളായിട്ട് ഗ്രാനിയുടെ ആ ഗ്ലാസ്സിലേക്ക് നോക്കി ആ ഗ്ലാസ് എടുത്തിട്ട് എന്ത് ചെയ്തു, വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു. ദെൻ ഹി ഫിഷ്ഡ് ദം out the place them on his desk and sighed. One second thought, I think I will send them to a museum. അല്ലേ, അത്രയും പഴക്കമാർന്ന കണ്ണടയായിരുന്നു അത്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഈ കണ്ണട മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്കണമെന്നാണ്. യു ഷുഡ് ഹാവ് ചേഞ്ച്ഡ് യുവർ ഗ്ലാസസ് ഇയേഴ്സ് അഗോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളെ ഈ കണ്ണട ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. ദേ ഹാവ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. He examined Granny's eyes and said, your eye is very weak. അല്ലേ, നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങളെ കണ്ണ് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഗ്രാനിയോട് പറയാണ്, നിങ്ങളെ ഐസ് ഭയങ്കര വീക്കായിട്ടുണ്ട്. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. പക്ഷേ നിങ്ങൾ അന്ധതയിലേക്ക് പോയിട്ടില്ല. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. എത്രയും പെട്ടെന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലാസസ് നിങ്ങൾ ഫിറ്റ് ചെയ്യണം. ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ലാർജ് ആൻഡ് സ്മോൾ, ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. അല്ലേ, എന്താ പറയുന്നത്, അവളുടെ നമുക്കറിയാം കാഴ്ചശക്തി ചെക്ക് ചെയ്യുന്ന ഡോക്ടർമാരല്ലേ. നമ്മളെ ഫ്രണ്ടിൽ ഒരു ബോർഡ് ലെറ്റേഴ്സിലുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സും മലയാളം ലെറ്റേഴ്സും ഹിന്ദി ലെറ്റേഴ്സും ഒക്കെ സ്മോളും ബിഗും ഒക്കെ ഗ്രാനിയുടെ മുന്നിൽ വെച്ചു, അല്ലേ, വായിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്.
ഐ കാൺഡ് ഈവൻ സീ ദ ബോർഡ്. എനിക്ക് ആ ബോർഡ് പോലും കാണാൻ കഴിയുന്നില്ല. സെഡ് ഗ്രാനി പറയണം. വെൽ ക്യാൻ യു സീ മീ? നന്നായി, എന്നെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ? ആസ്ക് ദ ഡോക്ടർ ചോദിക്കുകയാണ്. സം ഓഫ് യു, കുറച്ചൊക്കെ. സെഡ് ഗ്രാനി പറഞ്ഞു. ഐ വാണ്ട് യു ടു സീ ഓൾ ഓഫ് മീ. എനിക്ക് നിങ്ങളെല്ലാം കാണണം, നിങ്ങൾ എന്നെ മുഴുവനായിട്ടും കാണണം. സെഡ് ദ ഡോക്ടർ പറഞ്ഞു. ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗാൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലൈൻസ്. അല്ലേ, ഒരു ഫ്രെയിം എടുത്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ലൈൻസൊക്കെ അതിലിങ്ങനെ വെച്ചു, ട്രൈ ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, കാണാൻ വേണ്ടിയിട്ട്. സഡൻലി പെട്ടെന്ന് ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ, കൂടുതലായിട്ട് കാണാൻ തുടങ്ങി. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റർ ഓൺ ഇറ്റ്. അവൾക്ക് ആ ബോർഡും അതിലുള്ള വലിയ ലെറ്റേഴ്സൊക്കെ കാണാൻ സാധിച്ചു. ക്യാൻ യു സീ മീ നൗ? ഇപ്പോൾ നിനക്കെന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? ആസ്കേർഡ് ഡോക്ടർ ചോദിക്കുകയാണ്. മോസ്റ്റ് ഓഫ് യു, ആ കൂടുതൽ ഭാഗവും കാണാൻ കഴിയുന്നുണ്ട്. സെഡ് ഗ്രാനി പറയാണ്. ആൻഡ് ദെൻ ആഡ് ബൈ വേ ടു ബീയിങ് ഹെൽപ്ഫുൾ ദർ ഇസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. അല്ല, ഇത് വളരെ സഹായകമാണ്, ഒരുപാട് എന്നെ കാണാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, അല്ലേ. താങ്ക് യു സർ ദ ഡോക്ടർ. നന്ദി പറഞ്ഞു, അല്ലേ, ഡോക്ടറോട്. ആൻഡ് നൗ ടേൺ അറൗണ്ട് ടെൽ മീ ഇഫ് യു ക്യാൻ യു സീ ഗ്രാൻഡ് സൺ. ഇനി നിങ്ങൾ തിരിഞ്ഞിട്ട് നിങ്ങളെ ഗ്രാൻഡ് സണ്ണിനെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ. ഗ്രാനി തിരിഞ്ഞു. ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് മണിയെ, അല്ലേ, മുഴുവനായിട്ട് നല്ല രീതിയിൽ കാണുന്നത്. മണി, ഷീ എക്സ്ക്ലൈംഡ്, അല്ലേ, മണി എന്ന് വിളിച്ച അവൾ അത്ഭുതത്തോടെ. ക്ലാപ്പിംഗ് ഹർ ഹാൻഡ്സ് വിത്ത് ജോയ്, സന്തോഷം കൊണ്ട് അവൾ ക്ലാപ്പ് ചെയ്തു. ഹൗ നൈസ് യു ലുക്ക്, എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് brought up, but you do need a haircut. നിനക്ക് ഹെയർ കട്ട് ആവശ്യമാണ്. ആൻഡ് എ വാഷ് ചെയ്യണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്, അല്ലേ, ബട്ടൺസൊക്കെ നന്നാക്കണം. ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്, നിനക്ക് പുതിയ ഷൂ മേടിക്കണം. കം അലോങ് ടു ദ ബസാർ, നമുക്ക് ബസാറിലൂടെ പോകാം. ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ്, സെഡ് മണി ലാഫിങ്. അല്ലേ, ചിരിച്ചുകൊണ്ട് മണി പറയണം. ആദ്യം നീ പുതിയ ഗ്ലാസ് മേടിക്കൂ, ദെൻ വിൽ ഗോ ഷോപ്പിംഗ്, എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. എ ഡേ ലേറ്റർ ദേ വർ ഇൻ എ ബസ് അഗെയിൻ. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബസ് വന്നു, അല്ലേ. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്, ഗ്രാനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. ആൻഡ് മണി സീറ്റ് ബിസൈഡ് ഹെർ, മണിയുടെ സീറ്റ് അവളുടെ അടുത്തായിരുന്നു. ഈ ഹാഡ് എ ന്യൂ ഷൂ ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല്ല. അല്ല, അവരെന്താണ്, ഷൂവും മേടിച്ചു, അവർക്ക് ഗ്രാനിക്ക് പുതിയ കുടയും മേടിച്ചു. ആൻഡ് ദേ ഹാഡ് ആൾസോ ബോട്ട് എ തിക്ക് വുളൻ ടെബിറ്റൻ പുൾ ഓവർ ഫോർ മണീസ് ഫാദർ. മണിയുടെ ഫാദറിന് എന്ത് ചെയ്തു, വുള്ളൻ ടൈപ്പ് ടാൻ ആയിട്ടുള്ള പുൾ ഓവർ, അല്ല, വലിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടാഗും ഇതും മേടിച്ചു. ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ് ആൻഡ് എ കൗബെൽറ്റ്, അല്ലേ, കോബലിന് വേണ്ടിയിട്ട് സീഡ്സും ബൾബും ഒക്കെ മേടിച്ചു. അവർ മേടിക്കണമെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ അവർ അവിടെ നിന്ന് മേടിച്ചു എന്നാണ് പറയുന്നത്. As the bus moved off, Granny looked eagerly out of the window. അല്ലേ, ബസ് മൂവ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഗ്രാനി ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കുകയാണ്. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡൻ സീ ഫോർ എ ലോങ് ടൈം ഡിസ്റ്റൻസ് വില്ലേജ്. അല്ല, അവൾ കുറേ കാലമായിട്ട് കാണാത്ത ഒരുപാട് കാഴ്ചകൾ ആ വിൻഡോയിലൂടെ കാണുകയാണ് ചെയ്യുന്നത്. പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്, അല്ലേ, പാടത്ത് പണിയെടുക്കുന്ന ആളുകളെ. മിൽക്ക്മെൻ ഓൺ ദ റോഡ്, പാൽക്കാരനെ, റോട്ടിലൂടെ പോകുന്ന പാൽക്കാരനെ. 2 dogs റഷിംഗ് അലോങ് ബിസൈഡ് ദ ബസ്. മങ്കീസ് ഇൻ ദ ട്രീസ്. ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ, എ റെയിൻബോ ഇൻ ദ സ്കൈ. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ, അല്ലെ, ആകാശത്തിലുള്ള റെയിൻബോ ഒക്കെ കാണുകയാണ്. ഷീ കുഡിൻ സീ പെർഫെക്റ്റ്ലി, ഓഫ് കോഴ്സ് ഷീ വാസ് വെരി പ്ലസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. അല്ലേ, അവൾ അപ്പോൾ കാണാത്ത, അല്ലേ, കാഴ്ച പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അവൾ കാണാത്ത കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെടുകയാണ്, അല്ലേ, അതിൽ അവൾ എൻജോയ് ചെയ്യാണ്. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസണിങ് ടു ഹെർ എക്സൈറ്റിംഗ് ചാറ്റർ. അല്ലേ, മണി മുത്തശ്ശിയുടെ ആ ഒരു സന്തോഷവും അത്ഭുതമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം അത് ശ്രദ്ധിക്കുകയാണ്. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോട്ട്
ഇറ്റ് ഡ്രോപ്പ്ഡ് എഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ. എന്നിട്ട് എന്താണ് തല ഉയർത്തി അവൻ എന്ത് ചെയ്യണം, ഗ്രാനീസിൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ തല ചായ്ക്കുകയാണ്. ആൻഡ് റിമൈൻഡ് ദ കംഫർട്ടബിളി സപ്പോർട്ടഡ്. അങ്ങനെ അവൻ ഓർക്കണം എത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലേ, എത്ര ഒരു സുരക്ഷിതമായിട്ടുള്ള തോളാണ് ഇത് അല്ലേ, ഷോൾഡറാണ്. ദ ബസ് swerved and jolted along the winding mountain road, but Mani was fast asleep. അല്ലേ, എന്താണ് ബസ് ആ മലഞ്ചെരുവിലൂടെയൊക്കെ യാത്ര തുടങ്ങി. മണി പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ തുടങ്ങി. ഇത്രയുമാണ് നിങ്ങളുടെ പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷന്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വർക്ക്സ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.